മാസങ്ങളിൽ നല്ല കന്നിമാസം. മതിടാ, നിർത്തടാ നിന്റെ ഈ കാളരാഗം. എടാ, അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലട മണ്ണുണ്ണി. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്നാ പ്രമാണം. നിർത്തി. എന്തായാലും നീ എന്നെ അംഗീകരിച്ചല്ലോ, അത് മതി. എന്തംഗീകരിച്ചു? എൻ്റെ പാട്ട്. കാളരാഗം എന്ന അംഗീകാരം എന്നാണോ നീ പഠിച്ചിട്ടുള്ളത്? എൻ്റെ സ്വരം നന്നായി എന്നല്ലേ ഇപ്പം നീ പറഞ്ഞത് അല്ലേ? എപ്പോ? ഓ, അത് നീ ഒരു പ്രമാണം പറഞ്ഞപ്പോൾ ഞാനൊരു പ്രമാണം പറഞ്ഞു. അതെ, അതുകൊണ്ട് ഞാൻ പാട്ട് നിർത്തി. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് കേട്ടിട്ടില്ലേ? അവരിപ്പോ നിരാഹാരത്തിലല്ലേ? ആര്? ആനയോ? നീ എന്താ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചീങ്കണ്ണി? എൻ്റെ മണ്ണുണ്ണി, നീ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? കുന്തവും കൊടച്ചക്രൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ കാര്യം പറയടാ. വെറുതെ അല്ല നിന്നെ മണ്ണുണ്ണി എന്ന് വിളിക്കണത്. അതെ, ആശാ വർക്കർമാർ അവർ സമരത്തിലാണ്. ആര്? ആശാരിമാരോ? ഏയ്, അവര് പണിയെടുത്ത് ഇറച്ചിയും പൊറോട്ടയും വെട്ടി വീഴണത് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അതെ, ആശ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, അതല്ലേ ഞാൻ പറഞ്ഞത്. ആശാരി അല്ലേ? ആന കൊടുത്താലും ആശ കൊടുക്കാമോ എന്ന് ഞാനല്ലേ പറഞ്ഞത്? അത് തന്നെ, ആ ആശാപ്രവർത്തകർ. ആ, നമ്മളെ അന്വേഷിച്ച് വീട്ടിൽ വരാറുള്ള ആ തരുണീമണികള്. അത് തന്നെ. അവർക്കെന്ത് പറ്റി? ഓ, അവരുടെ സമരം. നമ്മുടെ കേന്ദ്രമന്ത്രി സമരപ്പന്തലിൽ പോയിട്ടേ അവരെ ഡാൻസ് കളിച്ച് രസിപ്പിച്ചത് ഞാൻ ടി വിയിൽ കണ്ടു. ഞാനും അത് കണ്ട് ഡാൻസ് കളിച്ചു. സുരേഷ് ഗോപിയുടെ ഡാൻസേ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാ അവരിപ്പോ നിരാഹാര സമരത്തിലാ. അങ്ങനെ പറയരുത്. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും അത് ഉടനെ അംഗീകരിച്ചു കൊടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കർശന നിർദ്ദേശം നൽകിയില്ലേ? ആരാ കൊടുക്കേണ്ടത്? മുഖ്യമന്ത്രിയാണോ? പിന്നെ അല്ലാണ്ട് അതങ്ങോട്ട് കൊടുത്ത് സമരം നിർത്തിക്കൂടെ? മുഖ്യമന്ത്രി വിചാരിച്ചാൽ നടക്കും? വിചാരിക്കില്ലല്ലോ. അതെങ്ങനെയാ? പാവങ്ങളുടെ പാർട്ടിയല്ലേ. എടാ മണ്ണുണ്ണി, അവർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ വകുപ്പില്ല. പിന്നെ എന്തിനാ അവരെ ജോലിക്ക് എടുത്തത്? അവരെ ജോലിക്കാരല്ല, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സാണ്. അവർക്ക് സ്ഥിരമായ ശമ്പളം ഇല്ല, ഇൻസെൻറ്റീവ് ആണുള്ളത്. ഇൻസെൻറ്റീവ്. അവര് ഗവൺമെന്റ് ജീവനക്കാരേ അല്ല, വളണ്ടിയേഴ്സ് ആണ്. വളണ്ടിയേഴ്സ്, മനസ്സിലായ? അവർക്ക് മിനിമം വേതനത്തിന് പോലും അർഹതയില്ല. ഇൻസെൻറ്റീവ് നൽകുന്നതോ കേന്ദ്രമാണ്. അതിനെന്താ, അവർ ജോലി ചെയ്യുന്നില്ലേ? അപ്പോൾ അവർക്ക് കൂലി കൊടുക്കണം. അവരാവശ്യപ്പെടുന്നതിനനുസരിച്ച് കൂലി കൂട്ടിക്കൊടുത്ത് സമരം അവസാനിപ്പിക്കണം. അതെ, അവരെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയല്ലേ അല്ലേ? അപ്പോ പ്രധാനമന്ത്രി ശമ്പളം കൂട്ടി തരട്ടെ, അതല്ലേ ശരി? അപ്പോ മുഖ്യമന്ത്രിയും കൂട്ടി കൊടുക്കും എന്നാണ് പറയുന്നത്. അതല്ലേ അതിന്റെ ശരി? ആരായാലും ശമ്പളം കൂട്ടി കൊടുക്കണം, സമരം തീർക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. കൂട്ടിക്കൊടുക്കാൻ പറ്റിയ ആൺകുട്ടികളെ ഇവിടെ ഉണ്ടെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെ ഇപ്പൊ കൂട്ടിക്കൊടുക്കാനായിട്ട് ഇവിടെ ആൺകുട്ടികൾ വരണ്ട. ആദ്യം പ്രധാനമന്ത്രി കൂട്ടും, എന്നിട്ട് മുഖ്യമന്ത്രി കൂട്ടിക്കൊടുക്കാം. അങ്ങനെ ഇപ്പൊ മുഖ്യം ഭരിക്കണ്ട, ഞങ്ങൾ സമ്മതിക്കില്ല. അതിനിപ്പോ നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ജനങ്ങളുടെ സമ്മതം ഉണ്ടായാൽ മതി. നമുക്ക് കാണാം. അതേടാ, കാണാം. സ്തംഭിപ്പിക്കും കേരള ഭരണം, സ്തംഭിപ്പിക്കും കേരള ഭരണം, സ്തംഭിപ്പിക്കും കേരള ഭരണം, സ്തംഭിപ്പിക്കും.
സ്തംഭിപ്പിക്കാൻ പറ്റുമോ നോക്ക്. നോക്കടാ സ്തംഭിക്കാൻ പറ്റുമോ. സ്തംഭിപ്പിക്കണ്ട ആദ്യം. മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം. തെറ്റത് തന്നെ. പ്രധാനമന്ത്രി രാജിവെക്കാൻ പറയും. അതെ, നിർത്ത്. നിങ്ങൾ എന്തെങ്കിലുമാണ് തല്ലൂടുന്നത്? നിർത്ത്, പ്രധാനമന്ത്രി നിർത്ത്, നിർത്ത്. നിങ്ങൾ ഇങ്ങനെ അടി കൂടിയോണ്ട് എന്താ കാര്യം? പ്രശ്നം പരിഹരിക്കോ? ഇതൊക്കെ അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജനങ്ങളെ ഇങ്ങനെ തമ്മിലടുപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രസമാണ്. എന്തൊക്കെയാണാവോ, എനിക്ക് ഇതൊന്നും മനസ്സിലാവില്ലല്ലോ. നിങ്ങളുടെ വഴക്കൊക്കെ തീർന്നില്ലേ? പ്രശ്നം പരിഹരിച്ചില്ലേ? തീർന്നു അല്ലേടാ ചിങ്ങണ്ണി? തീർന്നു അല്ലടാ മണ്ണുണ്ണി. ഇല്ല തീർന്നിട്ടില്ല. അതെ, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും കൂടി ആലോചിച്ച് ഈ ആശമാരുടെ പ്രശ്നം ആശയ്ക്കൊത്ത് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നാട്ടുകാരുടെ മുഴുവൻ ആശയം പരിഹരിക്കുന്ന രീതിയിൽ അത് തീർക്കണം. അല്ലടാ മണ്ണുണ്ണി മാമ. അതേടാ ചീങ്കണ്ണി മാഷേ.